എൻ്റെ അഭിപ്രായത്തിനും കാത്തുനിൽക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടല്ല എന്നുള്ള സന്തോഷം ആദ്യമായിട്ട് വളരെ നന്ദി. ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാതെ പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ കർണാടകക്കാരനാണ്. ഇത് പറയുമ്പോൾ കുറേ ആലോചിക്കാനുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് പിന്നെ എനിക്കിപ്പോൾ ഈ കാര്യത്തിൽ പറയാനുള്ള ഒരു കുടുംബം പോറ്റിയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അവിടെ മണ്ണിൻ്റെ അടിയിലുണ്ടോ വെള്ളത്തിലുണ്ടോ എവിടെയുണ്ടോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഒന്നാമത്തെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ഒരു ടെക്നോളജി കൊണ്ടുവെക്കാം, മെറ്റൽ ഡിറ്റക്ടർ. അതിന് ഭാവിയിലേക്ക് കേട്ടാ, ഇപ്പം ഞാൻ പറയുന്നില്ല. ഒന്ന്. രണ്ടാമത്തത് നമ്മളെ ആ ക്രൂ മെമ്പർ ഉണ്ടല്ലോ, അത് പിന്നെ എന്തോ മൂപ്പറ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ അവരെ നമ്മൾ ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് അയക്കണമായിരുന്നു. കുറേ ഈ ടി വിയിൽ പറഞ്ഞിട്ട് മീഡിയയിൽ പറയുന്നതിനെ കാട്ടി ഒരു ഒഫീഷ്യലായിട്ട് കർണാടകത്തേക്ക് അയച്ചിട്ട് അവരെ സപ്പോർട്ടിൽ കാണുന്ന 2 സ്റ്റേറ്റാണ്. അങ്ങനെ ഡയറക്റ്റ് പോകുമ്പോൾ അപ്പുറം ഇപ്പുറം ഒരു ഇതുണ്ടാവും. അത് ലീഗലായിട്ട് ഒരു ബാംഗ്ലൂർ ഒരു ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എത്രയാണെന്ന് ഇപ്പോൾ എല്ലാവരും കൂടിയാൽ കൊടുക്കുമല്ലോ. അവിടുന്ന് ആ ലീഗലായിട്ട് തന്നെ ഒരു ടീമായിട്ട് വന്നിട്ട് ചെയ്യണമായിരുന്നു. മൂന്നാമത്തെ കാര്യം എൻ്റെ അഭിപ്രായമാണ്, ഞാൻ ഇതുവരെ എനിക്കറിയില്ല ഞാൻ പറയുന്നത് ശരിയാണോ. നമ്മൾ കുറേ തരം ബോർവെല്ലുണ്ട്, ബോറടിക്കുന്ന സാധനമുണ്ട്. ഓക്കെ, ഒന്ന് വലിയ ട്രക്കിനെ പോകുന്നത്, പിന്നെ ഒന്ന് ചെറിയ മെഷീൻ കൊണ്ടുപോയിട്ട് ആടെ ഒട്ടയാക്കുന്നത്. അങ്ങനെ ഒരു ഡൗട്ടുള്ള സ്ഥലത്ത് ആ ബോർവെല്ല് പോലെ കറക്റ്റ് ഒട്ടയാക്കിയെങ്കിൽ ആടെ ഒരു പൊസിഷൻ കിട്ടുന്നതായിരിക്കും എന്നെൻ്റെ ഒരു സംശയമാണ്. ആടെ വെറും ഈ JCB കൊണ്ടുപോയിട്ട് മാന്തുന്നതല്ലാതെ ആദ്യം ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ ഭാവിയിലും ഇതുപോലത്തെ കുറേ കുടുംബം പോറ്റി മണ്ണിൻ്റെ അടിയിലും ആടെയിടെല്ലാം ആവും. അപ്പോഴേക്ക് ഏറ്റവും നല്ല ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ഡിറ്റക്ടർ ടെക്നോളജി കൊണ്ടുവന്നിട്ട് അത് ഒഫീഷ്യലായിട്ട് തന്നെ വേറൊരു സ്റ്റേറ്റിലേക്ക് അയക്കുക. എന്നിട്ട് അത് ത്രൂ അത് ചെക്കാക്കണമായിരുന്നു. അല്ലാതെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കുറേ മീഡിയയിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത് വലിയൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയിപ്പോണ്ട. വിഷമം എല്ലാവരും മരണപ്പെട്ടതിലുണ്ട്, അത് മനസ്സിലല്ലേ, എല്ലാം ഇപ്പോൾ തുറന്ന് പറയണ്ടല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടായിരുന്നു ആക്കട്ടെ. എന്തോ ആട്ടെ, എൻ്റെ വാക്ക് നിങ്ങൾ കാത്തുന്നതാണോ, ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇനിയിപ്പോൾ ഭാവിയിലും ഇങ്ങനെ പല ഡിസോസർ വരുമ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടിക്കുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഈ ഒന്നാമത് ഏറ്റവും നല്ല ടെക്നോളജി മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവെക്കുക. രണ്ടാമത്തെ അങ്ങനെ തുളക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ആടത്തേക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ള, ഇപ്പോൾ വള്ളത്തിലാണെങ്കിൽ അതിൻ്റെ സംവിധാനം, മണ്ണിലുള്ള കിട്ടുമല്ലോ, ലോകത്ത് അന്വേഷിക്കുന്ന എത്രയോ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഈ ടീമിനെ അയക്കാനുള്ള ഒരു സെറ്റപ്പിൻ്റെ മുന്നേ ആക്കണം. ഇങ്ങനെ ഒരു റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ത്രൂവിന് ഒരു ഗവൺമെൻറ്റിന് സപ്പോർട്ടിങ്ങിന് കൊടുക്കുന്ന പോലെ, അല്ലാതെ ഗേറ്റിലെ പോയിട്ട് അവിടെ കുറേ ഉൽമാലാക്കുക, ഇതാക്കുക. ഇപ്പം ആര് ശരി ആര് തെറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അല്ലോ 2 ഭാഗത്തിൻ്റെ ആക്കേണ്ട, അത് നമ്മുടെ ഇതുമല്ല. അപ്പോൾ ഏതായിട്ടും ഓക്കെ. അപ്പം RB ഫോളോ മീ. താങ്ക് യു.